blessing today. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഈ ദിവസത്തെ ബ്ലെസ്സിങ് ടുഡേ എപ്പിസോഡ് എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു വലിയ 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 അനുഗ്രഹമായി മാറട്ടെ. ഇറ്റ് ഈസ് റിയലി എ ജോയ് to come to you, to minister to you with the word of God and in the spirit. ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഫീബ, റീമ ആൻഡ് ഡെബ്ര ഫ്രം UK. നമുക്ക് ഒരുമിച്ച് ഈ 3 പെൺകുഞ്ഞുങ്ങൾക്കായി എല്ലാവരും ചേർന്ന്, ലോകം എമ്പാടുമുള്ള എല്ലാവരും ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല കർത്താവേ, ഞങ്ങൾ ഈ 3 പെൺകുട്ടികൾക്കായി പ്രാർത്ഥിക്കുന്നു. In a very special way, Father, we bless Feba, we bless Rema, and we bless Deborah. Lord, we thank you for all the blessings that you have showered upon their lives so far, Father. At the same time, Lord, we put each and every one of them into your hands, into the center of God's will. Thank you, Lord, for releasing your anointing. Thank you for releasing your plans and your destiny upon them, Lord. In the name of Jesus, I release rich blessings of the Heavenly Father upon the 3 girls of Father. Thank you, Lord, for blessing them. In Jesus' name we pray. Amen. And Feba, Rema and Deborah, thank you for sponsoring today's episode. God bless you. തുടർന്ന് ഇന്നലെ നമ്മൾ കേട്ട സന്ദേശത്തിൻ്റെ തുടർച്ചയായ ഭാഗമാണ് കേൾക്കാൻ പോകുന്നത്. ദിസ് ഈസ് റിയലി ഫാന്റാസ്റ്റിക്. സെക്കൻഡറാബാദിലും ഹൈദരാബാദിലും വളരെ അനുഗ്രഹിക്കപ്പെട്ട ബ്ലെസ്സിങ് ഫെസ്റ്റിവലുകളാണ് നടന്നത്. ആ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നൽകപ്പെട്ട സാക്ഷ്യങ്ങളും ചിലത് നിങ്ങൾക്ക് ഇന്ന് കാണാൻ കഴിയും. സോ ലെറ്റ്സ് ഗോ ടു സെക്കൻഡറാബാദ് ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ. കോട്ടയും ശരണവുമേ, യേശുവിന്റെ കൂടെയുണ്ട്, എന്റെ കോട്ടയും ശരണവുമേ. ഒരു സൈന്യം എന്റെ നേരെ പാളയമിറങ്ങിയാൽ ഞാൻ ഭയപ്പെടില്ല. ഒരു സൈന്യം എന്റെ നേരെ പാളയമിറങ്ങിയാൽ ഞാൻ ഭയപ്പെടില്ല. യേശുവിന്റെ കൂടെയുണ്ട്, എന്റെ കോട്ടയും പരിചയുമേ. യേശുവിന്റെ കൂടെയുണ്ട്, എന്റെ കോട്ടയും പരിചയുമേ. ഒരു സൈന്യം എന്റെ നേരെ പാളയമിറങ്ങിയാൽ ഞാൻ ഭയപ്പെടില്ല. ഒരു സൈന്യം എന്റെ നേരെ പാളയമിറങ്ങിയാൽ ഞാൻ ഭയപ്പെടില്ല. സാരഫാത്തിലും കേരിത്തിലും ചൂരച്ചെടിയുടെ ചുവട്ടിലും ചേർന്ന് പാടാം. സാരഫാത്തിലും കേരിത്തിലും ചൂരച്ചെടിയുടെ ചുവട്ടിലും ഏലിയാവിനെ പോറ്റിയ ദൈവമെന്നെയും പോറ്റിടും. ഏലിയാവിനെ പോറ്റിയ ദൈവമെന്നെയും പോറ്റിടും. യേശുവിന്റെ കൂടെയുണ്ട്, എന്റെ കോട്ടയും ശരണവുമേ. യേശുവിന്റെ കൂടെയുണ്ട്, എന്റെ കോട്ടയും ശരണവുമേ.
ഒരു സൈന്യം എന്റെ നേരെ പടയമിറങ്ങിയാൽ ഞാൻ ഭയപ്പെടില്ല. ഒരു സൈന്യം എന്റെ നേരെ പടയമിറങ്ങിയാൽ ഞാൻ ഭയപ്പെടില്ല. മത്തായി 9-ാം അധ്യായം 18 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ. മത്തായി 9. അദ്ദേഹം ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു പള്ളി പ്രമാണി അദ്ദേഹത്തിന്റെ മുമ്പിൽ മുട്ടുകുത്തി, എന്റെ മകൾ ഇപ്പോൾ മരിച്ചുപോയി, അങ്ങ് വന്ന് അവളുടെ മേൽ കൈവെക്കണമേ, അപ്പോൾ അവൾ ജീവിക്കും എന്ന് പറഞ്ഞു. യേശു എഴുന്നേറ്റ് അയാളോട് കൂടെ പോയി. നോക്കൂ, ഇവിടെയും പ്രശ്നം കുട്ടികൾക്കാണ്. ആദ്യത്തേതിലും അങ്ങനെ തന്നെ. എത്രയോ മാതാപിതാക്കളാണ് കുട്ടികളുടെ രോഗങ്ങൾ, കുട്ടികൾക്ക് പഠിക്കാൻ കഴിയുന്നില്ല, കുട്ടികൾ ചീത്ത കൂട്ടുകെട്ടിൽപ്പെടുന്നു, ഡ്രഗ്സിന് അടിമയാകുന്ന പല പ്രശ്നങ്ങളിൽ എത്രയോ മാതാപിതാക്കളാണ് പ്രയാസപ്പെടുന്നത്. അങ്ങനെ അടുത്തൊരാൾ വന്നിരിക്കുകയാണ്. ഇയാള് ഒരു വലിയ പള്ളി പ്രമാണിയാണ്. മകൾ, അവിടുത്തെ പ്രശ്നം മകൾ രോഗിയല്ല, മകൾ മരിച്ചുപോയി. മകൾ മരിച്ചുപോയി. എന്നാൽ ഇവിടെ വന്നിരിക്കുന്ന ഇതിനു വേണ്ടിയാണെന്നറിയാമോ? പറയുകയാണ്, നീ വന്ന് കൈവച്ചാൽ എൻ്റെ മകൾ സൗഖ്യമാകുന്നല്ല, മരണത്തിൽ നിന്നും ജീവനിലേക്ക് വരും. ശ്രദ്ധിക്കൂ, ആളുടെ വിശ്വാസം ഒന്ന് ആലോചിച്ച് നോക്കിയേ. മരിച്ചവരെ ജീവിപ്പിക്കുവാൻ യേശുവിന് സാധിക്കും എന്ന് ഈ പള്ളിപ്രമാണിയായ മനുഷ്യൻ വിശ്വസിച്ചു. ക്ഷണിച്ചപ്പോൾ അവിടെ പറയുന്നത് യേശു അയാളോട് കൂടെ പുറപ്പെട്ടു പോയി. അടുത്ത 20-ാമത്തെ വാക്യം വായിക്കാം. അപ്പോൾ തന്നെ 12 വർഷമായി രക്തസ്രാവം ഉള്ള ഒരു സ്ത്രീ അദ്ദേഹത്തിന്റെ പുറകിലെത്തി. യേശു ഈ മനുഷ്യനോടൊപ്പം, പള്ളിപ്രമാണിയോടൊപ്പം മരിച്ചു കിടക്കുന്ന ബാലികയെ എഴുന്നേൽപ്പിക്കുവാൻ വേണ്ടി പോകുന്ന വഴിക്ക് വേറൊരു സ്ത്രീ വന്നു. ആ സ്ത്രീയുടെ പ്രശ്നം എന്തായിരുന്നു? 12 വർഷമായ ബ്ലീഡിംഗ് പ്രോബ്ലമാണ്. ആ സ്ത്രീ വന്ന് യേശുവിന്റെ അടുക്കലേക്ക് വരികയാണ്. 21-ാമത്തെ വാക്യം. ആ സ്ത്രീ അദ്ദേഹത്തിന്റെ പുറകിലെത്തി അങ്കിയുടെ വിളിമ്പിൽ തൊട്ടു. അദ്ദേഹത്തിന്റെ അങ്കി തൊട്ടാൽ എനിക്ക് സൗഖ്യം ലഭിക്കും എന്ന് അവൾ വിചാരിച്ചു. ഓക്കെ. യേശു തിരിഞ്ഞ് അവളെ നോക്കി, മകളെ ധൈര്യമായിരിക്കൂ, നിന്റെ വിശ്വാസം നിന്നെ സുഖപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ആ നിമിഷം മുതൽ അവൾ സൗഖ്യമുള്ളവളായി തീർന്നു. ഒരു പെൺകുട്ടിയെ മരിച്ച അവസ്ഥയിൽ നിന്നും എഴുന്നേൽപ്പിക്കുവാനായി ജൈറസ് എന്ന് പറയുന്ന പള്ളിപ്രമാണിയുടെ വീട്ടിലേക്ക് പോകുന്ന വഴിക്കാണ് ഒരു സ്ത്രീ വന്ന്. ആ സ്ത്രീയുടെ വിശ്വാസം നോക്കണം. യേശുവിനോട് പ്രാർത്ഥിക്കാൻ പറയുന്നില്ല, യേശുവിന്റെ ശിഷ്യന്മാരോടും പ്രാർത്ഥിക്കാൻ പറയുന്നില്ല. അവളുടെ വിശ്വാസം ഇതാണ്: യേശു എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണ്ട, യേശുവിൻ്റെ അസിസ്റ്റന്റുമാരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണ്ട. എൻ്റെ കൈ നീട്ടി യേശുവിൻ്റെ വസ്ത്രത്തിലൊന്ന് തൊടാൻ പറ്റിയാൽ എൻ്റെ ഈ 12 വർഷമായുള്ള ബ്ലീഡിംഗ് നിൽക്കും എന്നവൾ വിശ്വസിച്ചു. മറ്റ് സുവിശേഷങ്ങളിൽ വായിക്കുമ്പോൾ അവിടെ വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്, ഈ സ്ത്രീ 12 വർഷം ബ്ലീഡിംഗ് നിൽക്കാൻ വേണ്ടി ട്രീറ്റ് ചെയ്ത് അവളുടെ പ്രോപ്പർട്ടി മുഴുവൻ വിൽക്കേണ്ടി വന്നു. ഈ സ്ത്രീ വിശ്വസിച്ചത്, എൻ്റെ പ്രോപ്പർട്ടി തീർന്നു, എല്ലാം തീർന്നു, ഇപ്പോൾ യേശു എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ലെങ്കിലും ഞാൻ യേശുവിൻ്റെ ഡ്രസ്സിലൊന്ന് കയറി പിടിച്ചാൽ എനിക്ക് സൗഖ്യമാകും. അവൾ വിശ്വസിച്ചത്, ഡ്രസ്സിൽ പിടിച്ചാൽ യേശുവിൽ ശക്തിയുണ്ട്, ആ ശക്തി എൻ്റെ ശരീരത്തിലേക്ക് പ്രവേശിക്കും, അപ്പോൾ എനിക്ക് സൗഖ്യമാകും എന്ന് അവൾ വിശ്വസിച്ചു. അങ്ങനെ അവൾ യേശുവിൻ്റെ ഡ്രസ്സിൽ കയറി പിടിച്ചു, അവൾ സൗഖ്യമായി. ഹൗ ടു അപ്രോച്ച് ജീസസ്. ഇവളുടെ വിശ്വാസത്തിന്റെ പേരെന്താണ്? പവർ ടാപ്പിംഗ് ഫെയ്ത്ത്, അല്ലെങ്കിൽ ശക്തിയെ ചോർത്തിയെടുക്കുന്ന വിശ്വാസം. പക്ഷേ സ്റ്റോറി കഴിഞ്ഞിട്ടില്ല. യേശു എങ്ങടാ പോകുന്നത്? ഒരു പള്ളിപ്രമാണിയുടെ വീട്ടിലോട്ട് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുക. വഴിയിൽ വെച്ചുണ്ടായ സംഭവമാണ് നമ്മൾ കണ്ടത്. ഇനി നമുക്ക് പള്ളിപ്രമാണിയുടെ വീട്ടിലേക്ക് പോകാം. അടുത്ത വാക്യങ്ങൾ. യേശു പ്രമാണിയുടെ വീട്ടിൽ പ്രവേശിച്ചു. കുഴലൂത്തുകാരെയും ബഹളം കൂടുന്ന ജനസമൂഹത്തെയും കണ്ടിട്ട്, ഇവിടെ നിന്ന് പോകുവിൻ,
പെൺകുട്ടി മരിച്ചിട്ടില്ല, ഉറങ്ങുകയാണെന്ന് പറഞ്ഞു. അവരോ അദ്ദേഹത്തെ പരിഹസിച്ചു. ഓ മൈ ഗോഡ്. അവിടെ ചെന്നപ്പോൾ സീൻ എന്താ? എവിടെയാ ചെന്നിരിക്കുന്നത് യേശു? ഒരു രോഗിയുടെ വീട്ടിലല്ല ചെന്നിരിക്കുന്നത്, മരണ വീട്ടിലാണ്. മരണ വീട്ടിൽ ചെന്നപ്പോൾ അവിടെ കാണുന്നത് കുഴലൂത്തുകാർ, പല മേളങ്ങൾ വായിക്കുന്നത്. കാരണം അന്നത്തെ കാലത്ത് ജൂയിഷ് സംസ്കാരം അനുസരിച്ച് അവിടെ മരണ വീട്ടിൽ പ്രത്യേക ഒരു ട്യൂണിലൊക്കെ കുഴല് വായിക്കുന്ന ആളുകൾ വരും. വിലാപം, വിലപിക്കാൻ വേണ്ടി വരുന്ന ആളുകൾ. അങ്ങനെയുള്ളവർ കുഴലൂതുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ യേശു അവിടെ ചെന്നിട്ട് പറഞ്ഞു, സ്റ്റോപ്പ്. ആരോടാ പറഞ്ഞത്? കാശ് കൊടുത്തിട്ട് അവർ വായിക്കുന്നേ. ഇതിനു ശേഷം അവർ ബില്ലുമായിട്ട് വരും. എല്ലാ വിലാപങ്ങളും കരച്ചിലും നിർത്താൻ പറഞ്ഞു. ഹലോ, കാറ്റിനെ മാത്രമല്ല യേശു ശാസിച്ച് നിർത്തിക്കുന്നത്, വിലാപങ്ങളെയും കർത്താവ് ശാസിച്ച് നിർത്തും. വർഷങ്ങളായി കരഞ്ഞുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് നീ എങ്കിൽ ഇന്ന് യേശു പറയുന്നു, സ്റ്റോപ്പ് ക്രൈങ്, ഐ ഹാവ് ടു ഡു സംതിങ് ഹിയർ. ഹല്ലേലൂയ. ദുഃഖത്തിന് ബ്രേക്ക് ചവിട്ടുന്ന യേശു, നിന്റെ നിരാശകളുടെ ദിവസങ്ങൾക്ക് ബ്രേക്ക് ചവിട്ടി നിർത്തുന്ന ഒരു യേശുവുണ്ട്. വിലാപങ്ങൾക്ക് എന്നേക്കുമായി വിരാമമിടുന്ന ഒരു യേശുവുണ്ട്. ആ യേശുവിനെയാണ് ഞാൻ ഇന്ന് പ്രസംഗിക്കുന്നത്. നിന്റെ വീട്ടിൽ എന്നും വിലാപമാണെങ്കിൽ വിലാപത്തെയും വിലപിക്കുന്നവരെയും കരയുന്നവരെയും എന്നും എന്നേക്കുമായി നിർത്തിച്ച് ഉയർപ്പിന്റെ ആഘോഷം നൽകുന്ന ഒരു യേശുവുണ്ട്. ആ യേശുവിനെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ തയ്യാറുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കൈകളടിച്ച് ഈ യേശുവിനെ വീട്ടിലേക്ക് ക്ഷണിക്കുക. ഹല്ലേലൂയ. അവിടെ വിലാപം നിന്നു, കരച്ചിൽ നിന്നു. പക്ഷെ ഒരു കുഴപ്പമുണ്ട്. അവിടെയുള്ള ആളുകൾ, യേശു പറഞ്ഞു, ഈ കുട്ടി മരിച്ചിട്ടില്ല, ഉറങ്ങുക. ഇവിടെ നിന്ന് പോകുവിൻ, ഇവിടെ നിന്ന് പോകുവിൻ. പെൺകുട്ടി മരിച്ചിട്ടില്ല, പെൺകുട്ടി മരിച്ചിട്ടില്ല, ഉറങ്ങുകയാണെന്ന് പറഞ്ഞു. പെൺകുട്ടിയെ നമ്മുടെ ഭാഷ പറയുക, ശവസംസ്കാരത്തിന് വേണ്ടി കുളിപ്പിച്ച് ഡ്രസ്സൊക്കെ ധരിപ്പിച്ച് പെട്ടി കിടത്തേക്കുക. യേശു എന്താ പറയുന്നത്? കുട്ടി മരിച്ചിട്ടില്ല. അപ്പൊ തന്നെ അവർക്ക് മനസ്സിലായി, സംതിങ് റോങ് വിത്ത് ദിസ് ഗായ്. ശരിയല്ലേ? സംതിങ് റോങ്. ഉടനെ ആ വീട്ടിലുള്ള എല്ലാവരും കൂടി വാ പൊത്തി ചിരിക്കാൻ തുടങ്ങി. ഏതൊരു ഭ്രാന്തൻ വന്നിരിക്കുന്നു. അവരെല്ലാവരും യേശുവിനെ പരിഹസിച്ചു. വായിക്കാം. ജനക്കൂട്ടത്തെ പുറത്താക്കിയ ശേഷം, എല്ലാ ജനക്കൂട്ടത്തെയും ആ മരിച്ച മൃതശരീരം കിടക്കുന്ന അവിടെ നിന്ന് പുറത്താക്കിയ ശേഷം അദ്ദേഹം അകത്തു ചെന്ന് കുട്ടിയെ കൈക്ക് പിടിച്ചുയർത്തി. ആ കുഞ്ഞിനെ കൈക്ക് പിടിച്ച് ഉയർത്തി. വേറൊരു സുവിശേഷത്തിൽ പറഞ്ഞിട്ടുണ്ട്, യേശു പറഞ്ഞു, തലീഥ ഖൂമി, ബാലെ, എഴുന്നേൽക്കുക. വായിക്കാം. അവൾ എഴുന്നേറ്റു. ഉടൻ തന്നെ ആ കുഞ്ഞ് എഴുന്നേറ്റു. ഈ വാർത്ത ആ പ്രദേശത്ത് എങ്ങും പരന്നു. ഒരൊറ്റ യാത്രയിൽ 2 മേജർ മിറക്കിൾസ് കർത്താവ് ചെയ്തു. എന്തിനിതൊക്കെ പറയും? നിങ്ങളുടെ ബൈബിളിൽ ഇതൊക്കെ ഉണ്ടല്ലോ, നിങ്ങൾ വീട്ടിൽ നിന്ന് വായിച്ചാൽ പോരെ. ഈ ബ്രദർ പിന്നെയും പറയണോ? ഓർക്കണം, ഇത് പറയുമ്പോൾ ഇതിനകത്ത് യോഹന്നാൻ 6:63 വാക്യത്തിൽ പറയുന്നു, യേശുവിൻ്റെ വചനത്തിൽ ജീവനും ആത്മാവുമുണ്ട്. ഇത് പ്രഖ്യാപിക്കുമ്പോൾ അതിനകത്തുള്ള ജീവനും ആത്മാവും പുറത്തേക്ക് വരികയാണ്. പുറത്ത് വരുമ്പോൾ നിങ്ങളുടെ അകത്തൊരു വലിയ വിശ്വാസമായത് മാറുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇതിനേക്കാൾ വലിയ മിറക്കിൾസ് കാണാൻ തുടങ്ങും. എത്ര പേർ ഹല്ലേലൂയ പറയും? കഴിഞ്ഞ ദിവസങ്ങളിൽ വെന്റിലേറ്ററിലായിരുന്ന ചിലർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ബാംഗ്ലൂർ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ചിലർ വന്നു. അവർ വിശ്വസിച്ചു ദൈവം ഒരു അത്ഭുതം ചെയ്യാൻ പോവുകയാണ്. അവർ വിശ്വസിച്ചു. അവർ വീട്ടിൽ പോയി അത്ഭുതങ്ങൾ കണ്ടു. ഹല്ലേലൂയ. നമ്മുടെ യേശു ചെറിയ പൊടിക്കൈകൾ മാത്രം ചെയ്യുന്ന ഒരു വൈദ്യനല്ല. He has the authority over death. He has the authority over all negative situations in your life. He can perform any miracle in your life. Just believe on Him. Just claim your miracle. Just claim your healing. Just claim your
blessings. Just claim your deliverance. കർത്താവിനോട് പ്രാർത്ഥിച്ചാൽ അവൻ മഹാത്ഭുതങ്ങളെ നമുക്ക് വേണ്ടി ചെയ്യും. കരങ്ങൾ തട്ടി കർത്താവിന് നന്ദി പറഞ്ഞ് ഉറക്കെ സ്തുതിച്ചാൽ. ഇത് സഹോദരി സഹോദരനാണ്, ബ്രദർ ആൻഡ് സിസ്റ്റർ. ഇദ്ദേഹത്തിന്റെ പേര് ജിതേഷ് എന്നാണ്. അത് മകളുടെ പേര്. ഇത് ഫാദർ. ഡാഡി പ്ലീസ് കം. ഓ, ഓൾ ഓഫ് യു ആർ കമ്മിങ്. കം. ഇത് ജോലി ലഭിച്ച സാക്ഷ്യമാണ്. ഈ മകൾക്ക് ജോലി ലഭിച്ചത്. ഈ മകൻ ട്രാൻസ്ഫർ ഇങ്ങോട്ട് ഹൈദരാബാദിലേക്ക് ട്രാൻസ്ഫർ ലഭിച്ച സാക്ഷ്യമാണ്. ഈ മകൾ പറയുന്നത് ഇതാണ്, തന്നെ ഒത്തിരി നാളെ ജോലിക്ക് ട്രൈ ചെയ്തു, ഏകദേശം 6 മാസത്തോളം ട്രൈ ചെയ്തു, പക്ഷെ എങ്ങൊന്നും ശരിയായില്ല. പക്ഷെ 2012 ജനുവരി മാസം നമ്മുടെ പ്രയർ ടവറിൽ വിളിച്ചു. ആ സമയത്ത് ഇന്റർവ്യൂ എല്ലാം എഴുതിയിട്ടാണ് വിളിച്ചത്. വിളിച്ച സമയത്ത് നമ്മുടെ ബ്ലെസ്സിംഗ് ടുഡേയുടെ എറണാകുളത്തുള്ള കൊച്ചിയിലുള്ള പ്രയർ വിളിച്ചപ്പോൾ ഫോൺ എടുത്ത് പ്രാർത്ഥിച്ച വ്യക്തി പറഞ്ഞത് ഇങ്ങനെയാണ്, വീടിനടുത്ത് ജോലി കിട്ടും, അവിടെ തന്നെ ജോലി കിട്ടും. അടുത്തത് പറഞ്ഞത് ഇന്റർവ്യൂ നല്ല രീതിയിൽ പെർഫോം ചെയ്യും. മൂന്നാമത് പറഞ്ഞത് ആഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതൽ ശമ്പളം ലഭിക്കും. നാലാമത് പറഞ്ഞത് മോർണിംഗ് ഷിഫ്റ്റ് ലഭിക്കും. കാരണം അത് പറയാൻ കാര്യമുണ്ട്, ഈ മകൾക്ക് അതിനു മുമ്പ് ജോലി നൈറ്റ് ഷിഫ്റ്റ് ആയിരുന്നു. അപ്പോ അപ്പനമ്മയൊക്കെ എല്ലാവരും വല്ലാതെ ബുദ്ധിമുട്ടി രാത്രി ജോലി കഴിഞ്ഞെല്ലാം വരുമ്പോൾ. ഇതെല്ലാം കോൾ സെന്ററിൽ പ്രാർത്ഥിച്ചപ്പോൾ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച ആള് പറഞ്ഞു. ഏകദേശം ഫെബ്രുവരി മാസം 3-ാം തീയതി 2 മാസത്തിന് ശേഷം ഈ മകൾക്ക് 1 മാസത്തിന് ശേഷം ഈ മകൾക്ക് ജോലി ലഭിച്ചു. പറഞ്ഞ പോലെ ഈ 4 കാര്യങ്ങളും അദ്ദേഹം പ്രാർത്ഥിച്ച് പറഞ്ഞ ഈ 4 കാര്യങ്ങളും അതുപോലെ തന്നെ ഈ മകൾക്ക് ദൈവം അനുഗ്രഹിച്ചു നൽകി യേശു കർത്താവ്. ഡിസംബർ 3 ഞാൻ ആദ്യം ടെസ്റ്റ് എഴുതാൻ പോയത്. കിട്ടിയില്ല. ആദ്യം ടെസ്റ്റ് എഴുതാൻ പോയപ്പോ കിട്ടിയില്ല. വേറെ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു, നൈറ്റ് ഷിഫ്റ്റ് ആയിരുന്നു. സോ അതായിരുന്നു പ്രോബ്ലം. വീട്ടില് ഓൾവേസ് കൈൻഡ് ഓഫ് ടോർച്ചർ, അവർക്ക് വിഷമം എന്നുള്ള. സോ ഭയങ്കര വിഷമത്തിലായിരുന്നു. എങ്ങനെയെങ്കിലും കിട്ടണം എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് വിഷമിച്ചിട്ടാണ് ഡിസംബർ 3 എഴുതാൻ പോയത്. കിട്ടിയില്ല. ആൻഡ് ഐ വാസ് ലൈക്ക്, അന്ന് തന്നെ മമ്മി വഴിയാണ് ബ്ലെസ്സിംഗ് ടുഡേ കാണാൻ തുടങ്ങിയത് തന്നെ. സോ ഫസ്റ്റ്ലി ടു ബി ട്രൂത്ത്ഫുൾ, ഐ ഡിഡ്ന്റ് ബിലീവ് ഓൾ ദിസ്. സോ വൺ ഡേ യു ടോൾഡ് മീ, ജോലി കിട്ടാതെ വിഷമിക്കുന്നവർക്ക് ദൈവം ഒരു വഴി തുറക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോഴാണ് ടെസ്റ്റ് എഴുതി വന്ന ദിവസം ഞാൻ കിടന്ന് കരഞ്ഞു. എന്താ യേശുവേ, ഞാൻ പറഞ്ഞല്ലോ ഇത്രയും പ്രോബ്ലംസാ, എന്താ എന്നെ ഒന്നും ഒരു വഴി കാണിച്ചു തരുന്നില്ല. ബ്രദർ പറഞ്ഞു എനിക്ക് വഴി കാണിച്ചു തരുമെന്ന്. പിന്നെ ഞാൻ മേലെടുത്ത് വെച്ച് നോക്കി, അവിടെ ഒരു നമ്പർ ഉണ്ടായിരുന്നു, HR നമ്പർ. സോ ഞാൻ വിചാരിച്ചു ഒന്ന് വിളിച്ചു നോക്കാം, മേ ബി സംതിങ് ഷിൽ ടെൽ മീ. വിളിച്ചു നോക്കി, അയാൾ പറഞ്ഞു കുഴപ്പമില്ല, ഒന്നും കൂടെ ടെസ്റ്റ് എഴുതാൻ വന്നോ, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ഡിസംബർ 16 പോയി ടെസ്റ്റ് എഴുതി. ഫെബ്രുവരി 3 I got the appointment letter. Great. എനിക്ക് അറിയേണ്ടത് ആ 4 things പറഞ്ഞില്ല, ആ 4 things how did it fulfill? എങ്ങനെ അടുത്ത് തന്നെ എന്നൊക്കെ പറഞ്ഞല്ലോ, ശരിയാണോ? അടുത്ത് തന്നെ എന്ന് പറഞ്ഞാൽ ഒരു 9 kilometers ഉള്ളൂ. പിന്നെ ശമ്പളം ഞാൻ ചോദിച്ച പോലും ഇല്ല. there is an എന്തോ ശമ്പളത്തിന്റെ ഒരു റൗണ്ട് കാണും, ആ റൗണ്ട് പോലും ഇല്ലായിരുന്നു. ഞാൻ ചോദിക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ അവർ വന്നു. സോ ഐ ഡിഡ്ന്റ് ഈവൻ ഹാവ് ദാറ്റ് റൗണ്ട്. പിന്നെ മോർണിംഗ് ഷിഫ്റ്റ്, ആക്ച്വലി ഇറ്റ് ഈസ് എ 2 to 11 ഷിഫ്റ്റ്. പക്ഷെ ഞാൻ 18th ജോയിനിങ്. 16th തൊട്ട് they changed it to 11 to 8 for the whole team. I was like, oh God, and full to all miracles all over, Great. That was I'm so happy. It's a miracle. ഇത് മാത്രമല്ല ബ്രദർ, ഈ മകന്റെയും കൂടി ഒരു സാക്ഷ്യമുണ്ട്. ജിതേഷ്, ഇദ്ദേഹം ചെന്നൈയിലായിരുന്നു ജോലി. അപ്പോൾ ട്രാൻസ്ഫറിന് വേണ്ടി ഇവർ ഒരുമിച്ചിരുന്നു. ഈ ബ്ലെസ്സിംഗ് ടുഡേ TV പ്രോഗ്രാം കണ്ട് പ്രാർത്ഥിച്ചിരുന്നു. പറഞ്ഞത് ഇങ്ങനെയാണ്, 2 മാസത്തിനുള്ളിൽ ട്രാൻസ്ഫർ ലഭിച്ചു. നേരെ ചെന്നൈയിൽ നിന്ന് ഹൈദരാബാദിലേക്ക് ട്രാൻസ്ഫർ ലഭിച്ചു. മാത്രമല്ല പുറത്തേക്ക് പോകാൻ ട്രൈ ചെയ്യുമായിരുന്നു. അപ്പൊ അതിന്റെ വിസയുടെ പ്രോസസ്സിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. അതിന്റെ 2 കുഞ്ഞുങ്ങളെയും ദൈവം അനുഗ്രഹിച്ചു. കൈ നീട്ടി ഈ ഫാമിലിയെ ബ്ലെസ് ചെയ്താലും കർത്താവേ, അവരിവിടെ യേശുവിനെ ഉയർത്താൻ വേണ്ടി വന്നല്ലോ. വി ഹാവ് നെവർ മെറ്റ് ബിഫോർ, ബട്ട് ലോർഡ്, ഇറ്റ് ഈസ് ജീസസ് ഹു ബ്രോട്ട് ഓൾ ഓഫ് us together. അങ്ങയുടെ നാമത്തിൽ കർത്താവെ ഫാദറിനെയും മദറിനെയും ബ്ലെസ് ചെയ്യുന്നു. കർത്താവെ, മക്കളെ അനുഗ്രഹിക്കുന്നു. അവർക്ക് കൊടുത്ത ഫെയ്ത്തിനായി നന്ദി പറയും, അനുഭവങ്ങൾക്കായി നന്ദി, ബ്ലെസ്സിങ്സിനായി നന്ദി. കൂടാതെ കർത്താവെ, അവർ എപ്പിസോഡ് സ്പോൺസർ ചെയ്തു. യേശുവിനോടുള്ള താങ്ക്സ് ഗിവിങ് അവർ നിറവേറ്റിയല്ലോ കർത്താവെ. എല്ലാറ്റിനുമായി നന്ദി.
സാക്ഷ്യം കേൾക്കുന്നവർ കർത്താവെ, കാണുന്നവർ അനുഗ്രഹം പ്രാപിക്കട്ടെ, അവരുടെ വിശ്വാസം വർദ്ധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇൻ ജീസസ് നെയിം, ആമേൻ, ആമേൻ. ഈ സമയത്ത് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ വചനം പറയുന്ന ഭൂമിയിൽ 2 പേർ ഐക്യമെത്തിപ്പെട്ടാൽ ഏത് കാര്യവും കർത്താവ് സാധിപ്പിച്ചു തരാം എന്ന് വെച്ചാൽ 2 പേർ ഐക്യമത്യത്തിലേക്ക് വരുമ്പോൾ there will be the heavenly backup. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നല്ല കർത്താവേ, ഇന്ന് ഈ വചന ശുശ്രൂഷ കേട്ടു, സാക്ഷ്യങ്ങൾ കേട്ടു കർത്താവെ, അങ്ങയുടെ നാമത്തിൽ അത് കേട്ടവരെ ഞാൻ അനുഗ്രഹിക്കുന്നു. പ്രത്യേകിച്ച് ജീവിതത്തിൽ പല പല ആവശ്യങ്ങളുടെ മുമ്പിലായിരിക്കുന്നവർക്കായി ഞാൻ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. അവരുടെ മേൽ കർത്താവെ നിന്റെ വലിയ കരം ഇറങ്ങി വരേണ്ടതിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. അങ്ങയുടെ വലിയ അനുഗ്രഹത്താൽ കർത്താവെ അങ്ങ് ജനങ്ങളെ നിറയ്ക്കുന്നതിനായി നന്ദി പറയുന്നു. താങ്ക് യു ലോർഡ്. കർത്താവെ, പ്രത്യേകിച്ച് ആന്തരാവയവങ്ങളിലുള്ള രോഗങ്ങൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ. കുടലിനകത്തുള്ള ക്യാൻസർ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. താങ്ക് യു ഫാദർ. അതുപോലെ ആർത്രൈറ്റിസ് കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. വർഷിപ്പ് യു ഫാദർ. ഫിസ്റ്റുല എന്ന ആ രോഗം സൗഖ്യമാകട്ടെ. എല്ലാ വേദനകളും യേശു കർത്താവിൻ്റെ നാമത്തിൽ ഇപ്പോൾ മാറിപ്പോകട്ടെ. അതുപോലെ പ്രത്യേക രീതിയിലുള്ള ചെസ്റ്റിനുള്ള പെയിൻ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. നേരത്തെ പുക വലിച്ചത് നിമിത്തം, ഒത്തിരി സിഗരറ്റോ ബീഡിയോ ഒക്കെ വലിച്ചത് നിമിത്തം ചെസ്റ്റിന് വന്നിരിക്കുന്ന വലിയ പ്രയാസങ്ങൾ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ആ വ്യക്തി ഇപ്പോൾ സൗഖ്യമാകട്ടെ. താങ്ക് യു. അതുപോലെ ഡ്രഗ്സ് ഒത്തിരി നേരത്തെ ഉപയോഗിച്ചത് നിമിത്തം ഇപ്പോഴും ബോഡിയിൽ അതിഭയങ്കരമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ചില ചെറുപ്പക്കാരെ കർത്താവ് സൗഖ്യമാക്കുന്ന ഞാൻ കാണുന്നു. അതിൽ നിന്നും കർത്താവ് വിടുവിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അവർ അതിൽ നിന്ന് പുറത്തു വരട്ടെ. കരളിൻ്റെ രോഗങ്ങൾ, ലിവർ പ്രോബ്ലംസ് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ലിവർ സിറോസിസ് സൗഖ്യമാകട്ടെ. കിഡ്നികൾ സൗഖ്യമാകട്ടെ. റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. കൈകാലുകളിലെല്ലാം വലിയ വിടുതലുകൾ ഉണ്ടാകട്ടെ. താങ്ക് യു ലോർഡ്. അങ്ങയുടെ നാമത്തിൽ കർത്താവെ ഈ സമയത്ത് ഈ പ്രോഗ്രാം വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നവരുടെ മേൽ ദൈവത്തിൻ്റെ വലിയ കരം വന്നു ചേരട്ടെ. പ്രത്യേകം ഞാൻ കാണുന്ന ചിലരുടെ മേൽ ഞാൻ ഇത് പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്നെ പ്രത്യേക രീതിയിൽ ശരീരത്തിൽ അനുഭവങ്ങളുണ്ട്. ചിലർക്ക് ഒരു വലിയ കുളിർ പോലെ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു പ്രത്യേക ആത്മാവിൻ്റെ പ്രവൃത്തിയോ ശക്തിയോ ചൂടോ പല രീതിയിൽ ദർ ഈസ് ദി മാനിഫെസ്റ്റേഷൻ ഓഫ് ദ ഹോളി സ്പിരിറ്റ് റൈറ്റ് നൗ. യേശുവിൻ്റെ നാമത്തിൽ പ്രത്യേകിച്ച് നട്ടലിൻ്റെ ഡിസ്കുകൾ സൗഖ്യമാകുന്ന ഞാൻ കാണുന്നു. അങ്ങനെയുള്ളവർ ഇപ്പോൾ തന്നെ വിശ്വസിച്ചത് സ്വീകരിക്കുക. മഞ്ജു എന്ന് പേരുള്ള ഒരു ലേഡി കർത്താവ് സൗഖ്യമാക്കുന്ന ഞാൻ കാണുന്നു. നട്ടലിലാണ് പ്രശ്നം. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. പല പ്രാവശ്യം ബാക്കിൽ ഭയങ്കരമായ വേദന കൊണ്ട് പ്രയാസപ്പെടുന്ന ആ സഹോദരിയെ കർത്താവ് സൗഖ്യമാക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അതുണ്ടാകട്ടെ. താങ്ക് യു ലോർഡ്. കർത്താവ് നീ അങ്ങനെ ചെയ്ത കൃപകൾക്കായി നന്ദി പറയുന്നു. താങ്ക് യു ലോർഡ്. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. നാളെ മറ്റൊരു ബ്ലെസ്സിങ് ഫെസ്റ്റിവലിൽ നിന്നുള്ള ഒരു സന്ദേശവും മിറക്കിൾസ് ടുഡേയും ഒക്കെയാണ് കാണാൻ പോകുന്നത്. പക്ഷേ ഇതുവരെ ഒരു ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ പങ്കെടുക്കാൻ സാധിച്ചില്ല. അങ്ങനെയുള്ളവർക്ക് ഈ സന്ദേശങ്ങളും ഇതൊക്കെ അല്പമായിട്ടെങ്കിലും നിങ്ങൾക്ക് അവിടെ അറ്റൻഡ് ചെയ്തതിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ടെത്തിക്കും. ഗോഡ് ബ്ലെസ് യു. സീ യു ടുമോറോ. വെൽക്കം ടു ബൈബിൾ ആൻഡ് ന്യൂ. ഇന്നത്തെ ചോദ്യം ഇതാണ്: ഇന്ന് നീ എന്നോട് കൂടെ പറുദീസയിലിരിക്കും. ബൈബിളിലെ ഏത് പുസ്തകത്തിൽ നിന്നാണ് ഈ വാക്യം എടുത്തിരിക്കുന്നത്? ടുഡേ യു വിൽ ബി വിത്ത് മീ ഇൻ പാരഡൈസ്. ഇൻ വിച്ച് ബുക്ക് is this verse in the Bible? Options: A. ഫിലിപ്പിയർ 4, B. ലൂക്കോസ് 23, C. 1 കൊരിന്ത്യർ 13, D. ലൂക്കോസ് 12. ഈ ചോദ്യത്തിന് ഉത്തരം അറിയാവുന്നവർ എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് SMS ചെയ്യുക. നിങ്ങളുടെ ഉത്തരങ്ങൾ 9958 99959 എന്ന നമ്പറിലേക്ക് SMS ചെയ്യുക. SMS ചെയ്യേണ്ട ഫോമാറ്റ് BT സ്പേസ് ഓപ്ഷൻ A, B, C or D. ശരി ഉത്തരം അയക്കുന്നവരിൽ നിന്ന് ഞങ്ങൾ 5 പേരെ സെലക്ട് ചെയ്ത് അവർക്ക് OM ബുക്സ് നൽകുന്ന നല്ല നല്ല സമ്മാനങ്ങൾ അയച്ചു തരുന്നതാണ്.
പ്രാർത്ഥനയ്ക്കും മറ്റ് വിവരങ്ങൾക്കുമായി ഇപ്പോൾ തന്നെ വിളിക്കുക 0484 4 222 111 0484 422 ഞങ്ങളുടെ വെബ്സൈറ്റുകൾ www.themasterministries.org, www.blessingtoday.tv, ഇമെയിൽ info@blessingtoday.tv. ഞങ്ങളുടെ അഡ്രസ് ബ്ലെസ്സിംഗ് ടുഡേ, പോസ്റ്റ് ബോക്സ് നമ്പർ 2215, ഇടപ്പള്ളി PO, കേരള, ഇന്ത്യ 682024.